എടാ, നീ പണ്ട് ഏതോ ഒരുത്തനോട്ട് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അവനെ പേടിച്ചാലാ? ഞാൻ അടിയുണ്ടാക്കിയമാരായിട്ടല്ല, ഞാനിപ്പോ ഭയങ്കര കൂട്ടാണ്. ഇപ്പൊ നിനക്കെന്തൊരു വേണം? അല്ലേലും ആവശ്യത്തിന് ഒരു പൊട്ടന്മാരൻ കാണത്തില്ല. എടാ അല്ല, നിനക്ക് എന്തോ ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ, നിന്റെ പെങ്കൊച്ചിനെ പിറകെ ഏതോ ഒരുത്തൻ നടന്നു, അത് പോയി ചോദിച്ചാലാ? അതൊക്കെ എന്ന് നടന്നേടാ ആശിറേ. ആ കൊച്ചു പോയി, ഇപ്പൊ രണ്ടാമത്തെ ഒരുത്തിയുണ്ട്, അവളും പോവാറായി. ദേവി ഏത്? നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നെ വിളിക്കണം. എന്ത് പ്രശ്നം ഉണ്ടായാലും, ഓക്കെ? എന്ത് ഇഷ്യൂ ആയാലും, എന്ത് പ്രശ്നം, 100 പേര് അടിക്കാൻ നിങ്ങളെ വന്നാലും നിങ്ങൾ എന്നെ വിളിക്കണം, ഓക്കെ? പിന്നെ വീട്ടിൽ അച്ഛനായിട്ട് എന്തെങ്കിലും പ്രശ്നം, അച്ഛനെ കണ്ട് പൊട്ടിക്കാൻ തോന്നുന്നു, വിളി, ഹാഷിർ വരും. എന്റെ ഉണ്ണിക്കുട്ടാ, നിനക്ക് എന്ത് പറ്റിയടാ? നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലേ? ഉണ്ണിക്കുട്ടനാ? ഉണ്ണി ഇവിടെ വെച്ച് പറഞ്ഞിരിക്കട്ടെ, പുറത്തുനിന്നും എല്ലാം പറയണേ നല്ല ഇടി കിട്ടും കേട്ടാ. ഞാൻ അവിടെ പിടിച്ച് നല്ല ഇടി കിട്ടും, ഞാൻ അറിഞ്ഞ് പിരിക്കും. നെയ് വിഴുങ്ങിയാടാ? നെയ്യാ? എടാ, നമ്മളെ ഉണ്ണിക്കുട്ടന് എന്ത് പറ്റിയടാ? മനസ്സിലായില്ലേ? 2 മാസം ചേർത്തോണ്ട് ജിമ്മിൽ പോയി, അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി മസിലി പൊങ്ങി, അതിന്റെ. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കണേ എന്നെ, നോക്കും ഞാൻ എല്ലാത്തിന്. ഇപ്പൊ ജിമ്മിൽ പോയതിനു ശേഷം ഭയങ്കര കോൺഫിഡന്റ് എനിക്ക്. എവിടെ ഇടി ഇറന്നാലും ഇടയിൽ പോയി തലയിടാൻ തോന്നും. ഒരു ചെലന്തിയെ കണ്ടാ 2 ദിവസം ചത്തിരിക്കുന്നതല്ലേടാ നീ? ചെലന്തി അടിക്കാം ബാ, എന്നാ ചെലന്തി അടിക്കാം ബാ. ഇപ്പോഴും ഇവന് പാമ്പെന്ന് പറഞ്ഞ പിറം പെരുക്കും, അതറിയോ? പാമ്പ് ആർക്ക്? എനിക്കാ? പോടാന്ന്. എനിക്ക് എടാ, ഈ ജിമ്മിൽ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരോഗ്യം സംരക്ഷിക്കാനാണ്, അല്ല മറ്റുള്ളവരെ മെക്കിട്ട് കയറാനല്ല. നീ ഇനി എത്രയൊക്കെ മസിൽ ഉരുട്ടിക്കൊണ്ട് വന്നാലും നീ വെറും പേടിത്തൂറിയാണെന്ന് നമുക്കറിയാം. പിന്നെ രാജ്യം പാൻ ഇന്ത്യൻ ഇടി നടത്തിയല്ല, എന്തോ പറയുന്നു? പാമ്പ് പാമ്പ് പേടിക്കണോ? പേടിക്കണോ? പേടിക്കും. പിന്നെ എനിക്കൊന്നും പറയാനില്ല. എന്ത് പ്രശ്നമുണ്ടോ എന്നെ വിളി, നോക്കും ഞാൻ. ശരി.